കുടുംബശ്രീയുടെ ആലപ്പുഴയിലെ സംരംഭങ്ങളിലെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഒരു സംരംഭകയാണ് ദേവികുളങ്ങര CDSന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇഷാസ്. ചഞ്ചൽ എന്ന് പറഞ്ഞ യുവതിയാണ് അത് ചെയ്യുന്നത്. അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കൺമഷി നിർമ്മിച്ചുകൊണ്ടാണ് അവർ ഈ സംരംഭ രംഗത്തേക്ക് കടന്നു വന്നത്. ഇന്ന് ആ കൺമഷിക്ക് വലിയ വിപണന സാധ്യതകൾ വിദേശങ്ങളിലേക്കടക്കം ഓൺലൈൻ മുഖേന അവർക്ക് വിപണനം ലഭ്യമാകുന്ന സാഹചര്യത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മില്ലറ്റ് വിഭവങ്ങളിലാണ്. ആ മില്ലറ്റിൻ്റെ വിവിധ തരം മില്ലറ്റുകൾ അവർ കഴുകി ഉണക്കിയാണ് അതിൻ്റെ മില്ലറ്റിൻ്റെ പൊടികളെല്ലാം തയ്യാറാക്കുന്നത്. കൂടാതെ അവരൊരു കഫേ അവിടെ നടത്തുന്നുണ്ട്. ആ കഫേയിലൂടെ അവർ മില്ലറ്റിൻ്റെ ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായിട്ടും അവരോട് മില്ലറ്റിൻ്റെ വിഭവങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ വിപണനം ചെയ്യുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിലെ ഇഷാസ് ബൈ ആൻഡ് സെൽ എന്ന് പറയുന്ന സംരംഭമാണ്. ഞാൻ UAE ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാളാണ്. കൊറോണയ്ക്ക് ശേഷം നാട്ടിൽ വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ എൻ്റെ മകൾക്കൊരു കൺമഷി ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഈ സംരംഭത്തിന് തുടക്കം എന്ന് പറയുന്നത്. തീർത്തും ഓർഗാനിക്കായിട്ടുള്ള എണ്ണകൾ ഉപയോഗിച്ചിട്ട് പരമ്പരാഗത രീതിയിൽ തന്നെ തയ്യാറാക്കിയ കൺമഷിയെ പറ്റി കേട്ടറിഞ്ഞിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും നമ്മളെ കുടുംബശ്രീയുടെ പ്രാധാന്യത്തെ പറ്റി പറയുകയും അങ്ങനെ കുടുംബശ്രീയിൽ നമ്മളെ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്ത് അങ്ങനെയാണ് കുടുംബശ്രീയായിട്ടുള്ള യാത്ര ഇഷാസിൻ്റെ തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഈ സംരംഭത്തിൽ വന്നിട്ടുള്ള ഈ അടുത്ത സമയത്തുണ്ടായ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഒരു കുടുംബശ്രീ പ്രവർത്തകയായതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന ട്രെയിനിങ് ആണ്. അതെന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഒരു 3-ലധികം ആളുകൾക്ക് ഇന്ന് നമ്മുടെ സംരംഭത്തിലൂടെ വരുമാനം നേടാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മില്ലറ്റ് അതുപോലെ തന്നെ അരിപ്പൊടികൾ അങ്ങനെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ എത്തിക്കുമ്പോൾ ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുമ്പോൾ പലതരത്തിലുള്ള സാധനങ്ങളുടെ കുറവ് നമുക്ക് നേരിടുന്നുണ്ട്. അതായത് കർഷകരിൽ നിന്ന് നമുക്ക് ചിലതൊക്കെ നേരിട്ട് ലഭിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പം നമ്മൾ ചെറിയ രീതിയിൽ അതിൻ്റെ കൃഷിയും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മില്ലറ്റുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മില്ലറ്റുകൾ എന്ന് പറയുന്നത് മില്ലറ്റുകളുടെ യഥാർത്ഥ ഗുണം ഒരു കഴിക്കുന്ന വ്യക്തിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് കുതിർത്തിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ കഞ്ഞിക്കൂട്ടുകളായിട്ട് തയ്യാറാക്കുന്നുണ്ട്. ഇങ്ങനെ 5 പോസിറ്റീവ് മില്ലറ്റുകളുടെ കഞ്ഞിക്കൂട്ടുകളുണ്ട്. അപ്പോൾ അതായത് ഒരു ട്രാവലിംഗ് ചെയ്യുന്ന ഒരാളായാൽ പോലും ആ ആളിന് 10 മിനിറ്റ് കൊണ്ട് ആ മില്ലറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിക്കത്തക്ക രീതിയിൽ വളരെ ലളിതമാക്കി തയ്യാറാക്കിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ റാഗിപ്പൊടി അതുപോലെ തന്നെ ബാജറ, ജോവർ ഇങ്ങനെയുള്ള മില്ലറ്റുകളെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കുതിർത്ത് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന മില്ലറ്റുകളിൽ തന്നെ നമ്മൾ പല വിധത്തിലുള്ള ഔഷധ ചെടികൾ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് കരിന്നൊച്ചി, കുടങ്ങൽ, മുരിങ്ങയില, അതുപോലെ മുരിങ്ങയിലയും കണ്ണങ്കായയും ചേർത്തിട്ടുള്ള പോഷക പുട്ടുപൊടി ഇവിടെ ലഭ്യമാണ്. പിന്നെ അതുപോലെ തന്നെ 100-ലധികം ആശുപത്രികളിലേക്ക് പ്രസവരക്ഷാ കിറ്റുകൾ തയ്യാറാക്കുന്നതിനായിട്ടുള്ള കരിനച്ചി അരിപ്പൊടി, കുടങ്ങൽ അരിപ്പൊടി എല്ലാം നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇവിടെ കൊടുക്കുന്ന നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കണ്ണൻ കായപ്പൊടി. ഇനി ഇഷാസ് എന്ന് പറയുന്നത് ഒരു മൂല്യവർദ്ധിത കൃഷിക്കൂട്ടം കൂടാണ്. നമ്മളിവിടെ ഒരുപാട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വിർജിൻ ഓയിലുണ്ട്. ഈ വിർജിൻ ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് വരുന്നതാണ് അതിനകത്ത് തേങ്ങാവെള്ളം എന്ന് പറയുന്നത്. ആ തേങ്ങാവെള്ളത്തിന് നമ്മൾ സർബത്താക്കി മാറ്റിയിട്ട് ഇങ്ങനെ ബോട്ടിലുകളിലൂടെയും അതുപോലെ തന്നെ കഫേയിലെത്തുന്ന ആളുകൾക്ക് കുടിക്കുന്നതിനുള്ള സർബത്തായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ആലപ്പുഴ ജില്ലാ കുടുംബശ്രീ മിഷന് ഒരുപാട് രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. മെയിനായിട്ട് വിവിധ ട്രെയിനിങ്ങുകളായിട്ട്, അതായത് ആമസോൺ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴി നമ്മുടെ പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിനെ പറ്റിയുള്ള ട്രെയിനിങ്ങുകൾ. അപ്പോൾ ഇങ്ങനെ വിവിധ നമ്മുടെ ഒരു സംരംഭം വികസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മാർക്കറ്റിംഗ് രീതികൾ മുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ട്രെയിനിങ്ങുകൾ, വിവിധ വിപണന രീതികൾ, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും എല്ലാം നമ്മളെ ശരിക്കും സഹായിച്ചിട്ടുള്ളത് കുടുംബശ്രീ ജില്ലാ മിഷനാണ്. മില്ലറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് മില്ലറ്റിൻ്റെ പോപ്കോൺ മെഷീൻ അത് മുതുകുളം ബ്ലോക്ക് വഴിയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് ഒരു മില്ലറ്റ് പോപ്കോൺ മെഷീൻ ലഭിക്കുന്നത്. ആലപ്പുഴയിലെ കുടുംബശ്രീ സംരംഭകരുടെ വിജയഗാഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഷാസ് എന്ന് പറയാൻ ഒരുപാട് അഭിമാനമുണ്ട്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും.